കുഞ്ഞിക്കിളി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പം കുഞ്ഞിക്കിളി ഫാമിലിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. പറ കുഞ്ഞിക്കിളി, ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഞങ്ങൾ സമയം ഏകദേശം 8 മണിയൊക്കെ ആയി. ഞങ്ങൾ ഷോപ്പൊക്കെ അടച്ച് വൈകിട്ട് ഫ്രീ. പക്ഷെ അവിടെ തിരക്കായിരിക്കും. നമുക്ക് എന്തായാലും പോയി നോക്കാം. അതെ, അഴീക്ക ബീച്ചിൽ ഇപ്പോൾ അവിടെ ഫെസ്റ്റിവൽ ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പം നമ്മളിന്ന് അഴീക്ക ബീച്ചിലെ ഫെസ്റ്റും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന് ഈ ക്രിസ്മസ് നമുക്ക് അഴീക്ക ബീച്ചിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അഴീക്ക ബീച്ചിൽ എത്താറായി. ഒരു 3 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷെ ഭയങ്കര ട്രാഫിക് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്രയ്ക്ക് തിരക്ക്, വണ്ടി പോകാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ തിരിച്ചു പോകാനേ പറ്റുന്നുള്ളതെന്ന് തോന്നുന്നു. എന്നാലും നോക്കട്ടെ, നമുക്ക് കുറച്ച് ദൂരം കൂടെ പോകാം. ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ അഴീക്ക ബീച്ചിൻ്റെ ആ ഒരു ബ്രിഡ്ജിലെത്തിയിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് ലൈറ്റുകളൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ബ്രിഡ്ജിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ലൈറ്റൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു കാര്യം ഇതാണ്. കാരണം ആ ലൈറ്റും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പറയാൻ പറ്റത്തില്ല. കാരണം അത് പോയി കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ പാലത്തിൻ്റെ സൈഡിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ നല്ല വൈബാണ്. കാരണം ആ കടലിൽ നിന്നുള്ള കാറ്റും ഒക്കെ അത് പൊളി വൈബാണ് കേട്ടോ. അതൊരു വല്ലാത്ത ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ട് അതിൻ്റെ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. അവിടെ നല്ല ആകാശത്തൊട്ടിയിലും കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നീട് ഞങ്ങൾ ബീച്ചിലേക്ക് ഇങ്ങനെ പോയിരുന്നു ഫെസ്റ്റ്. പിന്നെ ബീച്ചിലെത്തിയപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടുത്തെ ക്ഷീണിച്ച് നല്ല അടിപൊളി ഒരു ഏത്തയ്ക്കാപ്പവും ഒരു ചായയും കഴിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിക്കിളി അവിടെ നിന്ന് ഐസ്ക്രീം സെലക്ട് ചെയ്യുകയാണ്. പിന്നെ പറയേണ്ടത്തക്ക രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വലിയ ഇതൊക്കെ ആയിരിക്കുന്നു, കുറേ ബജ്ജിക്കടകളും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ എക്സ്പെക്റ്റേഷനൊന്നും ആർക്കും വേണ്ട. കാരണം ആ വണ്ടിയുടെ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഭയങ്കര ഇതായിരിക്കുന്നു. കാരണം ബീച്ച് തിരക്ക് കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വൈകിട്ടൊന്ന് പോയി ഇരിക്കാനും ഒന്ന് റിലാക്സ് ആവാനും ഒക്കെ പറ്റിയൊരു വൈബാണ്. കാരണം കടലിലെ കാറ്റുമൊക്കെ കൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിക്കിളി നല്ലൊരു പിന്നെ പിസ്താട ഐസ്ക്രീമും ഒരു മാംഗോ ഐസ്ക്രീമും വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാണാനൊന്നും ഇല്ലെന്ന് അറിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ പിന്നെ നല്ലൊരു ബജ്ജിയും ഇച്ചിരി ചമ്മന്തിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെയാണിത്. പിന്നെ വളരെ തിരക്ക് കുറവാണ് ബീച്ചിൽ. അന്ന് ക്രിസ്മസ് ആയിട്ട് പോലും ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്തിട്ട് 2 പയ്യന്മാർ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് നേരം പോയിരുന്നു. കടലിൻ്റെ അടുത്തൊക്കെ പോയിരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇവിടെ കുറേ പാനിപ്പൂരി കടകളും പിന്നെ ബജ്ജി ഉണ്ടാക്കുന്ന കടകളും അതൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഫെസ്റ്റ് ഒന്നും പറഞ്ഞൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു റൈഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഞ്ഞിക്കിളിക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതുകൊണ്ട് കയറിയില്ല. പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ പാനിപ്പൂരി കടകളുണ്ട്. പാനിപ്പൂരി ഞാൻ കഴിക്കാത്തത് കൊണ്ട് അത് വാങ്ങിച്ച് കഴിച്ചില്ല ഞാൻ. അപ്പം പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ നിന്നിട്ട് വന്നപ്പോൾ കൊണ്ട് പൊട്ടാറ്റോ ട്വിസ്റ്റർ കണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം പൊട്ടാറ്റോ ട്വിസ്റ്റർ. അത് ക്രീമൊക്കെ ഒഴിച്ച് നല്ല ഫ്രഷ് ആയിട്ട് തന്നു. അത് ഒന്ന് ട്രൈ ചെയ്തു. അത് കഴിച്ചപ്പോഴത്തേന് വയറൊക്കെ നിറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കുറേ സമയമായി. അപ്പോൾ ഇതാണ് അഴീക്കൽ ഫെസ്റ്റിൻ്റെ കാഴ്ചകളും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.